Let's continue our meditation from Psalm 68. Psalm 68, verse 28. 28, will you please read verse 28 and the beginning part. നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു. Thy God has commanded thy strength. നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചകൾ നാം ഈ ഭാഗത്തു നിന്ന് ചിന്തിക്കുകയായിരുന്നു. പ്രധാനമായിട്ടും 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് കഴിഞ്ഞ ദിവസങ്ങൾ നാം ചിന്തിച്ചത്. ചെറിയ ബെന്യാമീനെ നായകനാക്കിയത്, ഉയർത്തിയത് നാം കണ്ടു. സ്തുതിക്കുന്ന യഹൂദയെ ദൈവം മാനിച്ചത് നാം ചിന്തിച്ചു. അതുമാത്രമല്ല, പോർക്കള മേടുകളിൽ ദൈവത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുവാൻ തയ്യാറായ, യുദ്ധം ചെയ്യുവാൻ തയ്യാറായ നഫ്താലിയെ, സെബലൂനെയും നഫ്താലിയെയും അവരുടെ തലമുറകളെയും ഒക്കെ മാനിച്ചത് നാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതുമാത്രമല്ല, 19 വാക്യത്തിൽ നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവത്തെക്കുറിച്ച്, ഓരോ ദിവസവും നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്ന, ടൺ കണക്കിന് നന്മകൾ നൽകി, ആത്മീയവും ഭൗതികമായ നന്മകൾ നൽകി നമ്മെ നിർത്തുന്ന ആ ദൈവകൃപയുടെ മുമ്പിൽ ഇന്ന് പകൽ ഒന്നിച്ച് സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയട്ടെ. We have been meditating for the last 2 weeks from Psalm 68. And we discussed about little Benjamin, how God honored him, lifted him, and raised him up in the leadership among the tribes of Israel. And also, we also discussed about Zebulun and Naphtali and Judah, how God honored them. And this morning we will continue our studies from the same topic. God has commanded thy strength. ദൈവം ബലം കൽപ്പിച്ചിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, ആർക്കാ ദൈവം ബലം കൽപ്പിക്കുന്നതെന്ന്. Whom God shared his strength. As the psalmist said, to those who love him. And last week we heard from 2 Chronicles chapter 16 verse 9, God commands his strength to those whose hearts are fully committed. തങ്ങൾ ഏകാഗ്രചിത്തരായിരിക്കുന്നവരുടെ മേൽ തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ദൈവം ബലം കൽപ്പിച്ചാക്കുന്നത് കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചു. മറ്റൊരു ചിന്ത, എന്തിനു വേണ്ടിയാ ദൈവം ബലം കൽപ്പിക്കുന്നത്? എന്തിനു വേണ്ടിയാ? Why God commands his strength? ഗിദെയോന്റെ ചരിത്രം നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. എതിരെ നിൽക്കുന്ന ശത്രുവിനോട് ജയിക്കുവാൻ വേണ്ടി, മിദ്യാന്യ ശക്തികളോട് ജയിക്കുവാൻ വേണ്ടി, പോരാടുവാൻ വേണ്ടിയാണ് ദൈവം ബലം കൽപ്പിക്കുന്നത്. We saw last week from the story of Gideon, God looked at him and strengthened him. The reason was to fight against the enemy. The Midianites were challenging and stealing all their blessings. And God strengthened him. ദൈവം ബലപ്പെടുത്തുന്നത് നമുക്കെതിരെ നിന്ന് പോരാടുന്ന ശത്രുവിൻ്റെ മേൽ ജയമെടുക്കുവാൻ വേണ്ടിയാണ്. Also we discussed from Titus chapter 2 verse 12, God commands his strength to say no to sin or no to ungodliness and worldly passions.
പ്രപഞ്ചമോഹവും ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കുവാനാണ് നമുക്ക് ബലം ആവശ്യമായിരിക്കുന്നത്. അതിനോട് നോ പറയുവാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബലം ആവശ്യമായിരിക്കുന്നത്. ജഡത്തിൻ്റെ ചിന്തകളോട്, പാപത്തിൻ്റെ ചിന്തകളോട്, പൈശാചിക ചിന്തകളോട്, പ്രവൃത്തികളോട്, ലോകം, ജഡം, പിശാച് നമ്മെ ഈ ഭൂമിയോട് ചേർത്ത് ബന്ധിക്കുവാൻ നോക്കുമ്പോൾ അതിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ, അതിൻ്റെ ഉയരത്തിൽ പറക്കുവാൻ വേണ്ടിയാ ദൈവം നമുക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നത്. അഥവാ പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുവാൻ വേണ്ടിയാ ദൈവം നമുക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നത്. Those are the things that we shared last week, and this morning let's look at a couple of other verses also. Let's look Revelation chapter 3 verse 8. വെളിപ്പാട് പുസ്തകം 3:8 വാക്യം കൂടെ നമുക്കിന്ന് രാവിലെ വായിക്കാം. ദൈവം എന്തിനാണ് ബലം കൽപ്പിക്കുന്നത്? ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു. എന്തിനാ ദൈവം ബലം തരുന്നത്? ദൈവത്തിൻ്റെ വചനം കാക്കാൻ, ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിൽക്കാൻ, അതിനെ മുറുകെ പിടിക്കാൻ. അതിനാ ദൈവം ബലം പകരുന്നത്. എനിക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും ആ ബലം കൊണ്ട്, ആ ശക്തി കൊണ്ട് നീ എൻ്റെ വചനം കാത്തു. സാധാരണ രീതിയിൽ നാം നമ്മുടെ സഭയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോൾ നാം എന്തായിരിക്കും പറയുക? ഒരു ചെറിയ സഭ, കുറച്ച് പേരൊക്കെ ഉള്ളൂ, അംഗസംഖ്യ കുറവാണ്, സ്വന്തമായിട്ട് പറയത്തക്കതൊന്നുമില്ല, സ്ഥാവര ജംഗമ വസ്തുക്കളൊന്നും നമുക്കില്ല. ഒരു ചെറിയ കൂട്ടായ്മ പട്ടണത്തിൽ ഓസ്റ്റിനിലുണ്ട്, അല്ലെങ്കിൽ റൗണ്ട് റോക്കിലുണ്ട്. നമ്മൾ കാണുമ്പം, നമ്മൾ നോക്കുമ്പം അതാണ് നമ്മൾ കാണുന്നതും നമ്മൾ പറയുന്നതുമൊക്കെ. എന്നാൽ ദൈവം നോക്കുമ്പോൾ എന്തുവാ നോക്കുന്നത്? ദൈവം നോക്കിയിട്ട് എന്താ പറഞ്ഞത്? ഫിലദൽഫിയ സഭയെക്കുറിച്ച് ദൈവം എന്താ പറഞ്ഞത്? ആമേൻ. ദൈവം പറഞ്ഞത്, എനിക്ക് തോന്നുന്നു നമ്മുടെ ചർച്ചുമായിട്ടൊക്കെ ഒത്തിരി കണക്ട് ചെയ്യാവുന്ന ഒരു ചർച്ചാണ് ഫിലദൽഫിയ ചർച്ച്. ഒത്തിരി പറയത്തക്കതൊന്നും പറയാനില്ല, പുറമേ ഉള്ളതൊന്നും പറയാനില്ല. വളരെ അമ്പരചുംബികളായ ബിൽഡിങ്ങുകളും അതിൻ്റെ ക്രമീകരണങ്ങളും ഒന്നും നമുക്കുമില്ല, അവർക്കുമില്ലായിരുന്നു. എന്നാൽ ദൈവം നോക്കിയിട്ട് പറയുക, നിനക്ക് ഉള്ളത് കൊണ്ട് നീ എൻ്റെ വചനം കാത്തുവന്ന്. ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, നമ്മുടെ ഈ ചെറിയ സഭയെ നോക്കിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ പറയുവാൻ കഴിഞ്ഞെങ്കിൽ, അല്പമുള്ളത് കൊണ്ട് എൻ്റെ വചനം കാത്തു. ആമേൻ. അല്പമുള്ള ശേഷി കൊണ്ട്, അല്പമുള്ള റിസോഴ്സസ് കൊണ്ട്, അല്പമുള്ളതായ പണം കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ, വചനം പ്രസംഗിക്കുവാൻ, വചനം സ്പ്രെഡ് ചെയ്യുവാൻ, ആമേൻ, അതിൽ നിലനിൽക്കുവാൻ, വചനത്തെ മുറുകെ പിടിക്കുവാൻ നമുക്ക് കഴിയട്ടെ. മക്കളെ, ഒരുപാട് പേര് ഈ സത്യ നിർമ്മല സുവിശേഷം വിട്ട്, അതിനെ അവഗണിച്ച് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ജനം പോകുമ്പോൾ, ദൈവം വാസ്തവമായി നിനക്ക് എന്തുണ്ടെന്നല്ല നോക്കുന്നത്, എത്ര കാറുണ്ട്, എത്ര വീടുണ്ട്, അതല്ല ദൈവത്തിന്റെ പ്രശ്നം. ദൈവത്തിന്റെ നോട്ടത്തില് നീ എൻ്റെ വചനം കാക്കുന്നുണ്ടോന്നാ, വചനത്തിന് വേണ്ടി നിൽക്കുന്നുണ്ടോന്നാ, സുവിശേഷത്തിന് വേണ്ടി വില കൊടുക്കുന്നുണ്ടോ എന്ന് ദൈവം നോക്കുകയാ. ആമേൻ, ആമേൻ. ദൈവവചനം കാക്കുന്നവർക്കായി, ദൈവവചനം മുറുകെ പിടിക്കുന്നവർക്കായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുക. ഇത് പാരായണം ചെയ്യുന്നവർക്കായി, ഇത് വചനത്തിൽ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവർക്കായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുക. ഈ വചനമാ നമ്മെ ഉയർത്തിയത്, ഈ വചനമാ നമ്മെ ബലപ്പെടുത്തുന്നത്, ഈ വചനമാ നമുക്ക് നമ്മുടെ പാതയ്ക്ക് ദീപമായിരിക്കുന്നത്. രാവിലെ വചനം നമ്മുടെ മുമ്പിൽ, വചനത്തെ ഉയർത്തുവാൻ നമുക്ക് കഴിയട്ടെ. ലഭിക്കുന്ന അവസരങ്ങളിലൊക്കെ നമുക്ക് ഈ വചനം ഉയർത്തണം, വചനം ഉരുവിടണം, വചനം പറയണം, വചനത്തിൽ ശക്തി ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. And it is my prayer as a church, even though we don't have many things that other churches have, but whatever we have, let's give priority
importance to the Word of God. Let us lift up His Word and live a life based on the Word of God. വചനത്തിനനുസരിച്ച് ഒരു ജീവിതം, ഈ വചനത്തിൻ്റെ പ്രമാണത്തിൽ നിന്നുകൊണ്ട് അതിൽ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ അതിൽ നിലനിൽക്കുവാൻ ദൈവസഭയ്ക്ക് കഴിയട്ടെ. 119 സങ്കീർത്തനത്തിൻ്റെ 105 വാക്യത്തിൽ നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. Why God commands His strength to keep His word, to keep His word, to follow His words. God commands His strength to those who are walking according to His word. ആർക്കാ ബലം നൽകുന്നത്? Isaiah 40 verse 31. ബലമില്ലാത്തവർക്ക്, ക്ഷീണിച്ചിരിക്കുന്നവർക്ക്, ബലഹീനരായിരിക്കുന്നവർക്ക് അവൻ ബലം പകരുകയാണ്. യെശയ്യാ 40:31. യഹോവയെ കാത്തിരിക്കുന്നവർക്ക് ആ ദൈവം ബലം കൽപ്പിക്കുന്നു. യഹോവയെ കാത്തിരിക്കുന്നവർക്ക് അവൻ ബലം പകരും. ആമേൻ. എന്തിനാ ദൈവം ബലം പകരുന്നത്? അടുത്ത വാക്കൂട്. കഴുകന്മാരെ പോലെ ഉയരത്തിൽ പറക്കാനാ ദൈവം ബലം പകരുന്നത്. കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരാനാ ദൈവം ബലം പകരുന്നത്. ആമേൻ. ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ ലോകത്തിൻ്റെ ശക്തികളൊക്കെ നമ്മെ ഇവിടെ ഒതുക്കിയിടാനാ നോക്കുന്നത്, ഇവിടെ തളച്ചിടാനാ നോക്കുന്നത്. എന്നാൽ അതിൻ്റെയൊക്കെ ഉയരത്തിൽ പറക്കണമെങ്കിൽ നമുക്ക് ബലം വേണം. അതിനാ ദൈവം ബലം പകരുന്നത്. അതെങ്ങനെയാ പ്രാപിക്കാൻ കഴിയുന്നത്? കാത്തിരുന്ന് പ്രാപിക്കണം. Those who wait upon the Lord, if you are willing to wait upon God, He will command His strength. എന്തിനു വേണ്ടിയാ? To rise up above all things that which is pulling us to the ground. ഈ ഭൂമിയോട് ചേർത്ത് ബന്ധിക്കുവാൻ നോക്കുന്ന സകലത്തിൻ്റെ മേലും അതിൻ്റെ മേൽ ഉയരത്തിൽ പറക്കുവാൻ, ചിറകടിച്ചുയരുവാൻ ദൈവാത്മാവ് ബലം പകരുകയാണ്. If you are willing to wait upon the Lord, He will strengthen our strength will be renewed. He will give us new strength. പുതിയ ബലം, പുതിയ ശക്തി ദൈവം ഇന്ന് പകൽ നമ്മുടെ മേൽ പകരും. പ്രാർത്ഥിച്ചും ആരാധിച്ചുമൊക്കെ അല്പം കൂടെ ഒന്ന് ഉയരത്തിൽ പറക്കുവാൻ, ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അല്പം കൂടെ ഒന്ന് ഉയരാൻ ദൈവാത്മാവ് ഓർപ്പിക്കുക. ചില വിഷയങ്ങളുടെ മേൽ ജയമെടുക്കുവാൻ ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ച് ആരാധിച്ച് കാത്തിരുന്ന് ദൈവശക്തി ഏറ്റെടുത്ത് അല്പം കൂടെ ആരാധിച്ചും പ്രാർത്ഥിച്ചും ഉപവസിച്ചും അല്പം കൂടെ ഒന്ന് ഉയരെ പറക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ അവസ്ഥയിൽ എല്ലാത്തിൻ്റെ മേലും ജയമെടുത്ത് പോകാമെന്ന് കരുതരുത്. കാരണം അതുപോലെയുള്ള പൈശാചിക ശക്തികൾ അന്ത്യകാലത്ത് ഭയങ്കരമായിട്ട് ദൈവജനത്തെ അതുപോലെ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുക, ആകർഷിച്ചു കൊണ്ടിരിക്കുക. അതിൻ്റെ നടുവിലാണ് നമുക്ക് ബലം ആവശ്യം. ഞാനൊരു സ്റ്റോറി കേട്ടിട്ടുണ്ട്. ഒരിക്കലൊരു ഫ്ലൈറ്റ് പറന്നുയർന്നപ്പോൾ അതിനകത്ത് എലി ഓടി മറയുന്നത് അവിടുത്തെ സ്റ്റാഫ് ആരൊക്കെയോ കണ്ടു. ആകപ്പാടെ എല്ലാം അന്വേഷിച്ച് തപ്പി നടന്നിട്ടൊന്നും കിട്ടിയില്ല. അവരെ കഴിയുന്നതെല്ലാം നോക്കി. അവസാനം അവർ കൺട്രോൾ ടവറുമായിട്ട് ബന്ധപ്പെട്ടു. അവർ പറഞ്ഞ ഒരു വാക്ക്, നിങ്ങളിപ്പോൾ ലോ ആൾട്ടിറ്റ്യൂഡിലാണ് ഫ്ലൈ ചെയ്യുന്നത്, ഫ്ലൈറ്റ് ഉയർത്ത്, മാക്സിമം ഉയർത്ത് അപ് ടു 40,000, അവിടെ അതിന് ജീവിക്കാനൊക്കത്തില്ല, തന്നെ ചത്തോളും. പലതിനെയും നമ്മൾ കൊല്ലാൻ നോക്കുന്നത് ഇവിടെ താഴെ കിടന്നുകൊണ്ടാണ്. പലതിൻ്റെ മേൽ ജയമെടുക്കാൻ നോക്കുന്നത് താഴെ മണ്ണിനോട് ചേർന്ന് കിടന്നുകൊണ്ടാണ്. അല്പം കൂടെ ഒന്ന് ഉയരാമോ? അല്പം കൂടെ ഉയരത്തിലൊന്ന് പറക്കാമോ?
ആത്മാവിലൊന്ന് ചിറകടിച്ചു ഉയരാമോ? സകല ഹതുരാജക ശംഭവാരാരഗാഥ. മുറുകെ പറ്റുന്ന സകലത്തിൻ്റെ മേലും ജയമെടുക്കുവാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ആത്മാവിൽ ബലം ഏറ്റെടുത്താൽ മതി. ആത്മാവിൽ പ്രാർത്ഥിച്ചും ആരാധിച്ചും ദൈവശക്തി ഒന്ന് ഏറ്റെടുത്താൽ മതി. ഒരു പൈശാചിക ശക്തിക്കും നിന്നെ പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. അതിനുമേൽ ജയമെടുത്ത് പറക്കുവാൻ, ഉയരത്തിൽ പറക്കുവാൻ, ജയമെടുക്കുവാൻ, ആ ശക്തികളെയൊക്കെ കാൽക്കീഴാക്കി ജയമെടുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കും. ഇന്ന് പകൽ അതിനുവേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കാമല്ലോ. I know our children didn't get that topic what I shared. I heard a story. Once a flight attendant noticed a rat running in the cabin, and they tried all they can to find and identify and catch and kill, but they couldn't do it. So finally they reached out to the control tower and they said, right now you are flying on low altitude, lift it up, go higher, and when you reach that level, the rat cannot live there and it will die itself. You don't need to do anything. You don't need to run around, try to kill and catch. But once you are in that higher altitude, once you are spiritually in that higher altitude, nothing will pull you down. Nothing will do any harm in your life. And that is the Spirit of God is encouraging our children and young and old. Spend time, wait upon the Lord, receive the power so that you can go higher and higher and fly higher spiritually to overcome all those who are trying to pull you down. രാവിലെ ദൈവകൃപയെ ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. Last Friday in our Bible study, we were studying on the topic of the Holy Spirit, the power of the Holy Spirit, the anointing of the Holy Spirit, why we need to be anointed, why we need to receive the baptism of the Holy Spirit. And I have shared many things. It's last Friday was the 9th day of our topic. We were studying on the topic. One thing I touched last Friday was many people have that desire to receive the power of the Holy Spirit, the anointing of the Holy Spirit, but yet they couldn't receive it. They tried everything they could. They prayed. They couldn't receive it. And for those people I mentioned, I told them what William Booth said. William Booth, the founder of Salvation Army, he said, try tears. Try tears. അതിനുവേണ്ടി കരയാൻ എത്ര പേര് തയ്യാറാകും? അതിനുവേണ്ടി ദൈവസന്നിധിയിലിരുന്ന് പാപം ഏറ്റുപറഞ്ഞ് അനുതപിച്ച് കരയാൻ, കണ്ണുനീരൊഴുക്കുവാൻ എത്ര പേര് തയ്യാറാകും? And he was saying some of his followers, some of his workers were working in a place years. They couldn't see any result. They couldn't see any soul saved. And they were discouraged. And then they went to William Booth and asked, we tried everything we could. We couldn't get anyone saved. We didn't see anyone. And immediately his answer was, did you try tears? Try tears. That is not just for anointing of the Holy Spirit. In every area, if you are willing to wait upon the Lord and cry out to God, repent from your sinful habits and natures, if you are able to shed
couple of drops, tears on that matter. ആ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഒരു തുള്ളി കണ്ണുനീര് ഇന്ന് വരെ വന്നിട്ടുണ്ടോ? മറ്റുള്ളവരോടൊക്കെ പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്, എന്നാൽ ദൈവസേനയിൽ കുറ്റമേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഹല്ലേലൂയ. ഞാൻ പറയാം, ഡോക്ടർക്ക് ചെയ്യാൻ കഴിയാത്തത് കണ്ണുനീരിന് ചെയ്യാൻ കഴിയും. ഗവൺമെന്റ് ചെയ്യാൻ കഴിയാത്തത്, ഒരു ഡോക്ടർക്കും ചെയ്യാൻ കഴിയാത്തത്, ഒരു സൈക്കോളജിസ്റ്റിന് ചെയ്യാൻ കഴിയാത്തത് കണ്ണുനീരിന് ചെയ്യാൻ കഴിയും. പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയാൽ, കണ്ണുനീരൊഴുക്കാൻ തയ്യാറായാൽ പരിഹരിക്കാൻ കഴിയാത്ത ഒരു വിഷയവുമില്ല ദൈവമക്കളെ. ഇന്ന് പകൽ അതിനുവേണ്ടി എത്ര പേര് തയ്യാറാകും? ജീവിതത്തിൻ്റെ ഏരിയകളിൽ കടന്നു പോകുന്ന പ്രതിസന്ധിയിൽ ദൈവമക്കളെ, ദൈവസ്ഥൽ മുട്ടുമടക്കി, if you are willing to wait upon the Lord and cry out to God, He is able to strengthen you. He is able to deliver you, whatever the area that you are facing this morning. രാവിലെ ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ, അഭിഷേകത്തിന്റെ പുഷ്ടി വ്യാപരിക്കട്ടെ. അഭിഷേക സകല നുകത്തെയും തകർക്കുന്നതാ. ദൈവാത്മാവിന്റെ ശക്തി ഏറ്റെടുത്ത് ഈ ബലത്തോടെ പോകാൻ എന്ന് ഗിദെയോനോട് പറഞ്ഞതുപോലെ പുത്തൻ ബലത്തോട് പോകുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അടകര ഹതുര ജഗശ രഗംബവ ഹതിരേ ജിഗര ഖഡാരഗതാനഗശ. Oh Jesus. Udaga regara dina regasha regambaba atura jagare digana kharadara shababa raga baba. Oh Jesus. Arabana barabara shagarandu rajagarabaga aduragathara rajagarabaga raudagarabaga rajagarabaga. Oh, we praise you. ദൈവിക ബലം ഏറ്റെടുക്കുന്നു, ദൈവശക്തി ഏറ്റെടുക്കുന്നു, ദൈവകൃപ ഏറ്റെടുക്കുന്നു, അഭിഷേകത്തിന്റെ പുഷ്ടി ഏറ്റെടുക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Oh, we praise you, we praise you, we praise you, we praise you. Adagara hatura jagasha andina jagara dera jagatha jagasha baba baba. Oh, we praise you. Andana rajagaraga digaraga shababa ragada adanaga ragathara jigaraga sharaga baba. Oh, we praise you, Father, we praise you, Father, we praise you, Father. Hallelujah. Andana jagaraga digane rigadara shababa baba. Oh, we praise you. ദൈവാത്മാവേ, അങ്ങയുടെ ശക്തി വ്യാപരിക്കട്ടെ. ബലഹീനരുടെ മേൽ ഇന്ന് പകൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ക്ഷീണിച്ചിരിക്കുന്നവരുടെ മേൽ ബലം വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഇന്ന് പകൽ ദൈവിക ശക്തി കൽപ്പിച്ചാക്കുന്നു, ദൈവിക ബലം കൽപ്പിച്ചാക്കുന്നു, ദൈവകൃപ കൽപ്പിച്ചാക്കുന്നു. ഓരാ വനാരകത്താരക ശമപാരാരകത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 6:10 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, ഫൈനലി ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ആൻഡ് ഇൻ ദ സ്ട്രെങ്ത് ഓഫ് ഹിസ് മൈറ്റ്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഇന്ന് പകൽ ദൈവശക്തി ഏറ്റെടുക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ. ക്ഷീണിച്ചിരിക്കുന്നവരെ ദൈവാത്മാവ് ബലപ്പെടുത്തട്ടെ. ഒന്നുകൂടെ ദൈവസ്ഥലം നമ്മെ സമർപ്പിക്കാം. വർഷിപ്പ് ടീം, let's spend a few minutes and worship the Lord. Receive the power of the Holy Spirit this morning. God bless you.